രാവിലെ ബ്രഹ്മവാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് ഫോൺ വരികയും എൻ്റെ ചേട്ടൻ്റെ വൈഫ് അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതിൻ്റെ പേരിൽ ഞാൻ ശനിയാഴ്ച സ്വിച്ച് ഓഫ് ആയിരുന്നു 11 മണിക്ക് ശേഷം. അങ്ങനെ രാവിലെ ഏതാണ്ട് 5:13 ആ ഫോണിനകത്ത് വിളിക്കുമ്പോൾ ബ്രഹ്മവാർ പോലീസാണ് ഞാൻ സംസാരിക്കുന്നതെന്നും ഇതേപോലെ ഇവിടെ വെച്ച് മരണപ്പെട്ടു, കുഴഞ്ഞു വീണ് മരിച്ചുവെന്നുമാണ് നമുക്കറിയാൻ സാധിച്ചത്. എന്നിട്ട് അദ്ദേഹത്തിന് അതൊരു നോർമൽ ഡെത്താണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സഹോദരങ്ങൾ 4 പേര് അവിടുന്ന് നാട്ടിൽ നിന്ന് ഇവിടെ വരികയുണ്ടായി. ബഹുമാന്യനായ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു മരണം സ്വാഭാവികമല്ല എന്ന് പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ബോഡി ചെക്ക് ചെയ്തപ്പോൾ പോലും അവർ മോർച്ചറിയിലെ ലൈറ്റുകൾ വരെ ഓഫ് ചെയ്ത് വെച്ചിരുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോഡി ചെക്ക് ചെയ്യുന്ന സമയത്ത് പാടുകൾ കാണരുത് എന്നുള്ള രീതിയിൽ. അപ്പം ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അവർ ബോഡി വെളിയിലെടുത്ത് വെച്ച് ചെക്ക് ചെയ്ത സമയത്ത് കാലിന് താപ്പോട്ട് 2 കാലിലും ഒരുപാട് മർദ്ദിച്ച പാടുകളുണ്ട്. ഒരുപാട് എന്ന് വെച്ചാൽ ബൂട്ടിട്ട് ചവിട്ടിയ പാടുകൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഭാഗത്ത് ബൂട്ടിട്ട് ചവിട്ടിയ പാടുകൾ. അപ്പം പോലീസിൻ്റെ ഭാഷയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറയുന്നു, ഇതേപോലെ അവിടുന്ന് 18 കിലോമീറ്റർ ദൂരത്തിൽ ആൾ ഇങ്ങനെ പോയിട്ടുണ്ട്, ഒരു ലേഡി ഇരിക്കെ മോശമായിട്ട് പെരുമാറി, അപ്പോൾ അവിടുത്തെ ആൾക്കാർ മർദ്ദിച്ചതാണ്. അതല്ല സത്യം. ആൾക്കാർ മർദ്ദിക്കുക എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഒരാൾ അറ്റാക്ക് ചെയ്യുകയാണ്, സ്വാഭാവികമായിട്ടും നമ്മൾ മുഖത്താണ് ഇടിക്കേണ്ടുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ തലയിലാണ് ഇടിക്കേണ്ടുന്നത്. ഈ മുഖത്തോ തലയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊന്നും പുള്ളിക്കാരന് യാതൊരു വിധമായ പാടുകളുമില്ല. ഇവിടെ അതിനുശേഷം കാലിന് തൊട്ട് താഴോട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് മജിസ്ട്രേറ്റിന് പരാതി കൊടുക്കുകയും മരണത്തിൽ അസ്വാഭാവികത ഉണ്ട് എന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് അന്ന് ഒരു CMP ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് CID ഞങ്ങളെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ വരികയും CIDക്ക് ഞാൻ ഈ മരണത്തിൽ അസ്വാഭാവികത ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് വീണ്ടും ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എൻ്റെ ഇരിക്കൽ ഇല്ല, ഒരു കുഴപ്പമില്ല, ഈ ഒരു കേസിന് വേണ്ട എല്ലാ സഹായങ്ങളും അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കേസ് തുടക്കം മുതലേ ഇനീഷ്യൽ സ്റ്റേജ് മുതലേ മിസ്ഗൈഡ് ചെയ്യാൻ ശ്രമിച്ച ആൾക്കാരുടെ പേര്, നമ്പറുകൾ എല്ലാം ഞാൻ CIDക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പം കോൾ റേറ്റുകളും കോൾ ഡ്യൂറേഷന്, കോൾ റെക്കോർഡ്സുകൾ എല്ലാം അവർ കളക്ട് ചെയ്യുന്നതായിരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അവർ ചെയ്തിരിക്കും. അപ്പം ഈ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ തുടക്കം മുതൽ വന്നപ്പോൾ ഇങ്ങനൊരു ലേഡി ഇൻ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെറ്റീഷൻ്റെ കോപ്പി അവർ തരണം. നമുക്ക് പെറ്റീഷൻ്റെ കോപ്പി അവർ തന്നിട്ടില്ല. അഥവാ ഇങ്ങനെ ഒരാൾ ഇപ്പം ഫോണിൽ കൂടെ, അപ്പോൾ അവരെ ഒരു ന്യൂസ് ഞാൻ കണ്ടു, ഒരു ലോക്കൽ ന്യൂസായിരുന്നു, ഫോണിൽ കൂടെ ഫോൺ ചെയ്ത് പറഞ്ഞതാണ് ലേഡി പിറ്റേന്ന് രാവിലെ വന്ന് റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു FIR, എൻ്റെ ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് FIR പോലും ഇട്ടേക്കുന്നത്. ഫസ്റ്റ് പ്രോട്ടോക്കോൾ ഒരാളെ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന സമയത്ത് മെഡിക്കൽ ചെക്കപ്പിന് വിധേയമാക്കണമായിരുന്നു. അങ്ങനത്തുള്ള എല്ലാ പ്രോട്ടോക്കോളുകളും അവർ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് ഈ ബോഡി അല്ലെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ലോക്കപ്പിൽ താമസിപ്പിച്ചതും മർദ്ദനത്തെ തുടർന്ന് എൻ്റെ ചേട്ടൻ മരിച്ചിട്ടുള്ളതും. എൻ്റെ പേര് ബിനു എന്നാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ സഹോദരനാണ്. ഇനി ഇളയൊരു സഹോദരൻ എനിക്കുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് വെളിയിൽ ജോലിയാണ്, നാസിക്കിൽ ജോലിയാണ്. അനിയൻ ദുബായിലാണ്. പിന്നെ ഇദ്ദേഹത്തിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കുഞ്ഞുങ്ങളാണ്. മൂത്ത കുട്ടി 15 വയസ്സ് പെൺകുട്ടിയാണ്, ഇളയ കുട്ടി 11 വയസ്സ്. എന്തായാലും ഞങ്ങൾക്ക് എൻ്റെ ചേട്ടൻ്റെ മരണത്തിൽ മീഡിയാസും CIDയും എല്ലാം നീതി വാങ്ങി തരുമെന്ന് ഉറപ്പുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ തുടർന്ന് കേന്ദ്ര അന്വേഷണങ്ങൾക്ക് കേസ് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി.